ഇവരൊക്കെ ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു ചാനലുകളിൽ വന്ന് പറഞ്ഞിരുന്നത്? സവർക്കറെ നേരിൽ കണ്ടതുപോലെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ? നമുക്കറിയാമല്ലോ, അങ്ങനെയാണല്ലോ ചരിത്രം. ഇങ്ങനെ ചിലത് പറഞ്ഞതല്ലാതെ അദ്ദേഹം എന്തെങ്കിലും വസ്തുത പറഞ്ഞു? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കുറേ കാലങ്ങളായിട്ട് പറയുന്നത്. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയും. ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ കൈവെള്ളം പൊക്കി കാണിക്കലല്ലാതെ ഇവരുടെ കയ്യിലും മറ്റൊന്നുമില്ല. സവർക്കർ മാപ്പ് പറഞ്ഞു എന്നതിന് താങ്കളുടെ തെളിവുണ്ടോ? അദ്ദേഹം അവസാനം കൂട്ടുപിടിച്ചത് BJP നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ചരിത്രബോധം. ഇന്നലത്തെ മാതൃഭൂമി ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സോഴ്സാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം അതാണ്. പോയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ അറിവിന് ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ. പക്ഷേ എങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന രണ്ട് പാനലിസ്റ്റുകൾ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനും വന്നിരിക്കുന്ന ഇതിനാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് രണ്ടുപേരോടും ചോദിക്കാനൊരു ചോദ്യം, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എന്നു മുതലാണ് സവർക്കറെ എതിർത്തു തുടങ്ങിയത് എന്നൊന്ന് എനിക്ക് വ്യക്തമാക്കി തരാമോ? എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദ്യമൊന്നുമില്ല, കാര്യം അവർ ഉണ്ടായ കാലം മുതൽ ഈ രാജ്യത്തെ എതിർത്തവരാണ്. എങ്കിൽ പോലും എന്നു മുതലാണ് നിങ്ങളുടെ രണ്ട് പാർട്ടികളും സവർക്കറിനെ വെറുക്കപ്പെട്ടവരായി കണ്ടു തുടങ്ങിയത്? അത് പറഞ്ഞതിന് ശേഷം ചർച്ച മുന്നോട്ടേക്ക് പോകാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഈ ചോദ്യത്തിന് രണ്ടുപേരും ദയവ് ചെയ്ത് ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. മാത്രമല്ല അവരെല്ലാവരും അപ്പൊ രാജു പി നായരിലേക്ക് പോവാം. സവർക്കറെ എതിർത്തു തുടങ്ങിയത് ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കാനും ഈ രാജ്യത്തിന്റെ ആശയങ്ങളെ കൊല ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കാനും പോകുന്ന ഒരു ശക്തിയായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം വളർന്നു തുടങ്ങിയപ്പോഴാണ് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് 1925 ഹിന്ദുത്വ ദ എസെൻഷ്യൽസ് ഓഫ് എ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി. സംശയം വല്ലതുണ്ടോ? ഉണ്ട്. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അപ്പൊ താങ്കള്, ഞാൻ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് ഒന്ന് തോന്നരുത്, നമ്മുടെ നാട്ടുഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഞാൻ താങ്കളെ വ്യക്തിപരമായ ഉദ്ദേശമല്ല പറയുന്നത്, അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്നൊരു നാട്ടുചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ താങ്കളെ വ്യക്തിപരമായല്ല, താങ്കൾ ഈ മുൻപോട്ട് വെച്ച ആശയത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം താങ്കളുടെ പാർട്ടിയിലുള്ള പണ്ഡിറ്റ് നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ രാജീവ് ഗാന്ധിക്കോ നരസിംഹറാവുവിനോ എന്തിനും മൻമോഹൻ സിംഗിന് പോലും ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് താങ്കൾക്കറിയുമോ? രാഹുലിനെ പോലെയുള്ള അമൂൽ ബേബികള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന് ഇന്നാട്ടിലെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറഞ്ഞോളൂ. രാഹുലിനെ പോലെയുള്ള അമൂൽ ബേബികള് ഏതൊക്കെയോ ആരുടെയൊക്കെയോ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി ഇന്ത്യയിൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയ 10 വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ സവർക്കറെ തള്ളി പറയാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്ത് മാത്രമേ നിങ്ങളുടെ സവർക്കർ വിരോധമുള്ളൂ. ശ്രീരാജു, മഹാരാഷ്ട്രയിൽ പോയി പറയാനുള്ള തന്റെ ഇടമില്ല, കർണാടകയിലില്ല, മധ്യപ്രദേശിലില്ല, പഞ്ചാബിലില്ല, ഹരിയാനയിൽ എങ്ങുമില്ല. എങ്ങും പോയി നിങ്ങൾക്ക് പറയാനുള്ള തന്റെ ഇടവും നിങ്ങൾക്കില്ല. കേരളത്തിൽ നിങ്ങളുടെ വിചാരം ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാര് ഛർദിച്ച് വെക്കുന്നതാണ് അമൃത് എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയതിന്റെ ഗതികേടാണ് ഇതുകൊണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള പ്രധാനമന്ത്രി, എന്റെ കൂടി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കിയ കഥകളൊക്കെ താങ്കൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരയായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സവർക്കറെ വിശേഷിപ്പിച്ചെന്താണ് താങ്കൾക്കറിയാമല്ലോ. താങ്കളുടെ സഹോദരൻ അഡ്വക്കേറ്റ് ജയപ്രകാശ്, നിങ്ങൾ അദ്ദേഹത്തിനോട് പറയാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്താണ് വീര സവർക്കറെ പറ്റിയുള്ള അഭിപ്രായം? അപ്പൊ AKGക്ക് എന്തായിരുന്നു അഭിപ്രായം? ഞാൻ ഓരോന്നിലേക്ക് ഞാൻ വരാം, ചരിത്രത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ അതുകൊണ്ട് ഈ 10 വർഷത്തെ ചരിത്രമല്ല ഇന്ത്യയുടെ ചരിത്രം. ഈ എന്നു മുതലാണോ സോണിയ രാഹുൽ കാഴ്ചകളുടെ കയ്യിലേക്ക് കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കിട്ടിയത്, അന്നു മുതലാണ് നിങ്ങൾക്ക് സവർക്കർ വെറുക്കപ്പെട്ടവനായത്. സവർക്കർ നിങ്ങളുടെയും നേതാവായിരുന്നു സർ. ആത്മസംയമനത്തെ പരീക്ഷിക്കരുത്. സത്യം പറയുമ്പോൾ ഈ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. നിരോധിച്ച
സർദാർ പട്ടേലെ ഞങ്ങൾ എന്താണ് പദവി നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് സാർ ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളെ നിരോധിച്ചോ ഞങ്ങളെ എതിർത്തോ ഞങ്ങൾക്ക് വിഷയമല്ല. ഈ രാജ്യത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ അവരൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വീര സവർക്കർ RSSകാരനോ ശാഖയിൽ വന്നവനോ ഒന്നും അല്ല. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ എന്ന വീര സവർക്കർ ബുക്ക് എഴുതുന്ന 1923 സവർക്കറുടെ 23 ബുക്ക് കണ്ടിട്ടല്ല 25 ഡോക്ടർ ഖഡ്ഗേവാർ RSS തുടങ്ങിയത് താങ്കൾക്കറിയുമോ? ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ചരിത്രത്തെ വെറുതെ നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ എന്തെങ്കിലും വന്നിരുന്ന് വിളിച്ചു പറയരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ 919 ജയിലിൽ പോയ സവർക്കർ 23 വെളിയിൽ വന്നെന്ന്. എവിടെന്നാ താങ്കൾക്ക് ആ വിവരം കിട്ടിയത്? ഞാൻ പറഞ്ഞോട്ടെ, 911 വീര സവർക്കറെ 50 വർഷത്തെ തടവിന് ശിക്ഷിച്ച് നമ്മളുടെ കാലാപ്പാനി എന്ന് ഇന്ന് വിളിപ്പേരുള്ള ആൻഡമാൻ ജയിലിലേക്ക് അയച്ചത് താങ്കൾക്കറിയാമോ? 11 അയച്ചത്, വെറും 19 ചുമ്മാതെ വന്നിരുന്ന് എന്തെങ്കിലും പറയരുത്. 10 വർഷം ആൻഡമാൻസിലെ തടവിൽ കഴിഞ്ഞിരുന്നു. ആരാണ് പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിനെ സംരക്ഷിക്കപ്പെട്ട സ്മാരകമാക്കിയത്? നരേന്ദ്രമോദിയാണോ? അപ്പൊ ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം. കേവലം 10 വർഷത്തെ സോണിയയോ രാഹുലോ പറയുന്നതല്ല ഇന്ത്യയുടെ ചരിത്രം. നിങ്ങളുടെ ഗതികേടാണത്. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ സർ. രാജു പി നായർ, താങ്കളുടെ കുഞ്ഞ് ഇന്ന് തെരുവിലിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, താങ്കൾ വെള്ളയും ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ സവർക്കർ കൂടി അനുഭവിച്ച കഷ്ടപ്പാടിന്റെ പിൻബലത്തിലാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് 4 വോട്ടിന് വേണ്ടി ജനിപ്പിച്ച അച്ഛനെ പോലും തള്ളിപ്പറയുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം ഉണ്ടല്ലോ. രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നത് സ്വന്തം അച്ഛനെ അല്ല, അച്ഛന് ജന്മം നൽകിയ അമ്മയാണ് തള്ളിപ്പറയുന്നത്. ഞങ്ങൾക്ക് അതിലാണ് വിഷമം. മറുപടി പറയടാ. ഇന്ദിരയാണ് സവർക്കറെ ആദരിച്ചത്. ആ ഇന്ദിരയെ തള്ളിപ്പറയാനുള്ള രക്തശുദ്ധി മാത്രമേ രാഹുലിനുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ ഗതികേട്. അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം വീര സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ശരിയാണ്, വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധ അരവിന്ദ് ഘോഷ് എന്ന് പറയുന്ന ആളെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അരവിന്ദ് ഘോഷ്, താങ്കളുടെ ഇതേ ലോജിക്ക് വെച്ച് അരവിന്ദ് ഘോഷ് ഇന്ത്യ ഒറ്റുകൊടുത്തവനാകണമല്ലോ. ഒരു പണി എടുത്തിട്ടില്ലല്ലോ. ആലിപ്പൂർ ബോംബ് കേസിൽ ജയിലിൽ പോയതിനു ശേഷം അരവിന്ദ് ഘോഷ് പുറത്തു വന്നത് മഹർഷി അരവിന്ദനായിട്ടാ. അറിയുമോ താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ വിപ്ലവബാധ ഉപേക്ഷിച്ച് അദ്ദേഹം ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. സവർക്കർ 26 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം തന്റെ വിപ്ലവബാധ ഉപേക്ഷിച്ച് അദ്ദേഹം ദേശീയ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അയാളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? ചുമ്മാ എന്തെങ്കിലും പറയരുത്. ശരി, ദേശീയ പ്രവർത്തനം, ഏത് ദേശീയ പ്രവർത്തനം? നിങ്ങളുടെ ദേശീയ പ്രവർത്തനം അല്ല സാർ, നാട്ടുകാരുടെ ദേശീയ പ്രവർത്തനം. നെഹ്റു മഹാത്മാഗാന്ധിയെ കൊല്ലുന്ന ദേശീയ പ്രവർത്തനോ? അല്ലല്ല, മഹാത്മാഗാന്ധിയെ കൊലപാതകം ചെയ്ത ദേശീയ പ്രവർത്തനമാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ ശിക്ഷിക്കാൻ അയാളെ? അപ്പൊ ഒരു മിനിറ്റ്, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ശരി ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1910 നടന്ന സംഭവം അല്ലല്ല, 1910 നടന്ന സംഭവത്തിൽ ഒരു മിനിറ്റ് അല്ല, നിങ്ങൾ ചോദ്യം ഞാൻ മറു ചോദ്യമാണ്. സവർക്കർ ഗാന്ധിയെ കൊന്നെങ്കിൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ളവർ എന്താ ശിക്ഷിക്കാതിരുന്നത്? രാജു കേൾക്കട്ടെ, രാജു ഇതിന് മറുപടി പറയാം. സവർക്കർ ഗാന്ധിയെ കൊന്നു, എന്തുകൊണ്ടാണ് നെഹ്റു എന്താ ശിക്ഷിക്കാഞ്ഞ്? കാരണം ഞാൻ പറയാം. അല്ല, എന്താ ശിക്ഷിക്കാഞ്ഞ്? സമയം തരുമോ? നെഹ്റുവിനെ മുട്ടടിച്ചു പോയോ? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. കാരണം ഞാൻ പറയാം, മഹാത്മാഗാന്ധിയെ കൊന്നയാളാണ് രാജ്യത്തിന്റെ മഹാനായ പുത്രനായി ഇന്ദിര വിശേഷിപ്പിച്ചത്. ആ സൗജന്യം, ആ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് എടുക്കരുത്. അതിങ്ങോട്ട് എടുക്കരുത്. ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഞാൻ മറുപടി പറയട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് പല ധാരകളിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായി? വി ഡി സവർക്കർ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരിക്കാം അദ്ദേഹത്തെ ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാമെന്ന് ചിന്തിച്ചിരിക്കാം. ഞങ്ങൾ അതിനെ തള്ളി പറയുന്നില്ല. അയാൾ അതിൽ സക്സസ്ഫുൾ, അയാൾ അതിനകത്ത് നേരിട്ട് പങ്കിട്ടിട്ടില്ല. എപ്പോഴും ഗാന്ധിവാദത്തിൽ ഉൾപ്പെടെ തോക്കൊപ്പിച്ചു കൊടുക്കലായിരുന്നു പണി. ആ പണി അവിടെയും ചെയ്തു. പോട്ടെ, അതിനെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനമായിട്ട് ഇപ്പൊ ഭഗത് സിംഗ് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ നിന്ന് വേറിട്ട് സഞ്ചരിച്ച ആളല്ലേ? ഇല്ലേ? അതല്ലേ? എന്നിട്ട് അതുകൊണ്ട് അങ്ങനെ വേറിട്ട് സഞ്ചരിച്ച ആൾക്കാരെ മുഴുവൻ കോൺഗ്രസ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയപ്പോൾ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുണ്ടെന്നേ. മനസ്സിലായില്ലേ? അതിന് അദ്ദേഹത്തെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ സവർക്കർ ഈ 1910 അറസ്റ്റ് ചെയ്യപ്പെട്ടു, 1911 ജയിലിനകത്തേക്ക് പോയി.
ഇവിടെ സന്ദീപ് വാചസ്പതി എന്നെ സംബന്ധിച്ചു ആ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നെ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമര ഇതിന്റെ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാൻ സംബന്ധിച്ചു. ഈ ഒരു വർഷത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തനമാണ് സവർക്കറിന്റെ. ഒരു വർഷത്തെയോ? നിങ്ങൾ അതല്ലേ ഇപ്പൊ 26 വർഷം ജയിലിൽ കിടന്നു മിസ്റ്റർ. താങ്കൾ ചുമ്മാ വന്നിട്ട് തോന്നിവാസം പറയരുത്. 26 വർഷം ജയിലിൽ കിടന്നു സവർക്കർ. കോട്ടനെ ഞാൻ അരബിന്ദോനെ സംബന്ധിച്ചും തിരുത്തിയിട്ട് പോയാൽ മതി. അപ്പൊ ഈ പറയുന്ന അപ്പൊ അല്ല അപ്പൊ ഞാൻ പറയട്ടെ ആവശ്യമുള്ള നിങ്ങൾക്ക് സത്യം നിങ്ങളെ അലോസരപ്പെടുത്തും. അത് തിരുത്തിയിട്ട് പോയാൽ മതി രാജു. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഈ ചർച്ച തുടങ്ങിയപ്പോൾ എന്താ ഈ ചർച്ച പറഞ്ഞു. അല്പം മുമ്പ് അദ്ദേഹം സംബന്ധിച്ചു മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. പേരിൽ ജയിലിൽ പോയി കേസിൽ പോയി കഴിഞ്ഞാൽ കിടക്കും. കൊലപാതക കേസിൽ 20-30 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കുന്നവരുണ്ട് സർ. കൊലപാതക കേസിൽ കിടപ്പുണ്ടെന്നേ. അങ്ങനെ കൊലപാതകം ചെയ്യാൻ പോയി. ആ കൊലപാതകം ചെയ്യാൻ പോയതിന്റെ പേരിൽ ജയിലിൽ പോയി. ശേഷം പുറത്തു വന്നിട്ട് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര സേനാനിയെ അധിക്ഷേപിച്ചാൽ രാജു പി നായരെ താങ്കളെ വെറുതെ വിടില്ല. താങ്കളുണ്ടല്ലോ, ഞാൻ വലത് വിളിച്ചു പറയും. പറഞ്ഞ പോലെ രാജു നിർത്തൂ. രാജുവിന്റെ ഊളത്തരം കേൾക്കാനല്ല പ്രേക്ഷകരിക്കുന്നത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പറഞ്ഞല്ലോ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു എന്ന്. സവർക്കർ എന്ത് തടവുകാരനായിരുന്നു എന്ന് താങ്കൾക്കറിയുമോ? താങ്കൾ വളരെ പുച്ഛത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു എന്ന്. സുഹൃത്തെ, ഏകാന്ത തടവ്, വെറും ഒരു മനുഷ്യന് മാത്രം നിൽക്കാവുന്ന കുടുസുമുറിയിൽ 2 കൈകളിലും മുകളിലേക്ക് ബന്ധിച്ചുകൊണ്ട് ഒരാളെ 6 മാസത്തെ തടവിനാണ് ഇട്ടിരുന്നത്. സ്വന്തം അപ്പുറത്തെ സെല്ലിൽ സഹോദരൻ കിടപ്പുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് കാലാപാനിയിൽ നിന്ന് 10 വർഷത്തിന് ശേഷം മോചിതനാകുമ്പോഴാണ് എന്ന കാര്യം രാജു പി നായർക്ക് അറിയാമോ? എന്തിനാണ് രാജു രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ അപഹസിക്കുന്നത്? താങ്കൾ മാപ്പെഴുതി കൊടുത്തുവെന്ന് എവിടെയെങ്കിലും സവർക്കർ ഞാൻ ചെയ്തത് തെറ്റ് മാപ്പെന്ന് പറഞ്ഞ എന്താണ് രാജു? മാപ്പെന്ന് പറഞ്ഞ എന്താ? ഞാൻ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി, എന്നോട് പൊറുക്കണം എന്ന് പറയുന്നതാണ് മാപ്പ്. ഈ സവർക്കർ എഴുതി കൊടുത്ത ദയാഹർജിയാണ് നിങ്ങൾ ഈ പറയുന്ന ക്ലെമൻസി പെറ്റീഷൻ. സവർക്കർ മാത്രമല്ല സാർ എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വലിയ നേതാവ് ഉണ്ടായിരുന്നല്ലോ, പണ്ഡിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു, എത്രണ്ണം എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? തൊട്ടപ്പുറത്ത് ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ജയപ്രകാശിന്റെ നേതാക്കന്മാരും മാപ്പെഴുതിയ കഥകൾ പറഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. ജവഹർലാൽ നെഹ്റു എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്? രാജു പി നായർ പറയാമോ? പണ്ഡിറ്റ് നെഹ്റുവിനെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു പ്രദേശത്തേക്ക് നിരോധനാജ്ഞ ലംഘിച്ച് കടന്നുപോയതിന് 2 ദിവസം പിടിച്ച് ജയിലിലിട്ടപ്പോ മാപ്പ് പറഞ്ഞത് നെഹ്റു ആയിരുന്നില്ല കേട്ടോ. നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ആ ചരിത്രം അറിയാമോ രാജു പി നായർക്ക്? സ്വന്തം മകൻ കുടിസുമുറിയിൽ കിടക്കുന്നു. മകന് കിടന്നുറങ്ങാൻ ബെഡ്ഷീറ്റ് ഇല്ല, തലയാണയില്ല, അവിടെ വെള്ളം ചോർന്നൊലിക്കുന്നു. എന്റെ മകൻ എലിയെ കണ്ടു പേടിച്ചു. കേട്ടിട്ടുണ്ടോ രാജു പി നായർ? ആരാ പറഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ വലിയ നേതാവ് നെഹ്റു അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ മാപ്പ് പറഞ്ഞ കഥയായി പറയുന്നത്. പണ്ട് MG സോമൻ പറഞ്ഞതുപോലെ നെഹ്റു മാപ്പ് പറഞ്ഞ കഥയല്ല, നെഹ്റുവിന്റെ അച്ഛൻ മാപ്പ് പറഞ്ഞ കഥയാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മാപ്പിന്റെ ചരിത്രമൊന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് വരരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ വായിച്ചു നോക്കിയാൽ മതി, കിട്ടും. അവിടെയുമുണ്ട് നല്ല വെടിപ്പായിട്ട് മാപ്പ് പറഞ്ഞ കഥ. നിങ്ങൾ അപഹസിച്ച വീര സവർക്കർ 26 വർഷം ജയിലിൽ കിടന്നു. ഈ ഇന്ത്യക്ക് വേണ്ടി അങ്ങ് സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്നു പറയുന്ന നെഹ്റു 3 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ മിസ്റ്റർ? എവിടെയാണ് ജയിലിൽ കിടന്നത്? അദ്ദേഹത്തിന്റെ ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പുറത്തു വരുന്നത് ഞാൻ പ്രതികരിച്ചാൽ സഭ്യതയ്ക്ക് ചേരാത്തായതുകൊണ്ട് ഞാനത് റിസർവ് ചെയ്യുകയാണ്.
ഇവിടുത്തെ പ്രേക്ഷകരും പ്രബുദ്ധരായ ജനവും കാണുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആർക്ക് എവിടൊക്കെ എന്തൊക്കെ തടകി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ഫോട്ടോഗ്രാഫറായിട്ട് പുറത്തു വരുന്നുണ്ട്. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്തുകൊണ്ട് ഞങ്ങൾ രാഹുലിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പോയിന്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ രാഹുലാണല്ലോ ഇതെല്ലാം എടുത്ത് പുറത്തിട്ടത്. വലിയ സന്തോഷമാണ് എനിക്ക് അദ്ദേഹത്തോട്. അദ്ദേഹം പറയുകയാണ്, മാപ്പ് പറയാൻ ഞാൻ സവർക്കർ അല്ല പോലും. ഒന്ന് ആലോചിച്ച് നോക്കൂ ബഹുമാനപ്പെട്ട രാജു പി നായർ, ഈ രാഹുൽ 3 തവണ മാപ്പ് പറഞ്ഞില്ലേ? ഈ സവർക്കർ മാപ്പ് പറഞ്ഞു എന്നാണ് നിങ്ങളുടെ ലോജിക്കും കൺക്ലൂഷനും എങ്കിൽ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ 3 തവണ സുപ്രീം കോടതി പോലും ലോക്കൽ കോടതിയിൽ മാപ്പ് പറഞ്ഞില്ലേ? സന്ദീപ് വായസ്പതി എപ്പോഴൊക്കെയാണ്? കഴിഞ്ഞ ദിവസം അനിലിനോട് ഞാൻ ചോദിച്ചാണ്, എപ്പോഴൊക്കെയാണ് മാപ്പ് പറഞ്ഞത്? ആരോടൊക്കെയാണ് മാപ്പ് പറഞ്ഞത്? ഒന്ന് വ്യക്തമാക്കുക. കഴിഞ്ഞ ദിവസം അനിലിന് വ്യക്തമാക്കാൻ പറ്റിയില്ല. എപ്പോഴൊക്കെയായിരുന്നു? കേൾക്കേ, എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഒന്ന് RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്ന പരാമർശം വന്നപ്പോൾ കോടതിയുടെ മുൻപാകെ, മഹാരാഷ്ട്രയിലെ കോടതിയുടെ മുൻപാകെ ചെന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും RSS കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാപ്പാക്കണമെന്ന് പറഞ്ഞു വിടുതൽ നേടിപ്പോന്നു. കേസ് അങ്ങനെയാണ് ഒത്തുതീർപ്പായത്. ചൗക്കീദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോടെങ്കിലും ക്ലിയർ ചെയ്തു. എനിക്ക് ക്ലാരിറ്റിക്ക് കുറവൊന്നുമില്ലല്ലോ, നാട്ടുകാർക്കും കുറവില്ലല്ലോ, നിങ്ങൾക്കായിരിക്കും കുറവ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ക്ലിയർ ചെയ്തോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയാണോ? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് മറുപടി പറഞ്ഞാൽ മതി. ചൗക്കീദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം പേടിയില്ലെന്നേ, സത്യം പറയുമ്പോ അവർക്കാ പേടി. അനിലും സന്ദീപ് വാചസ്പതിക്കുവാ പേടി. ശരി പറയൂ, ഞാൻ രാഹുൽ പറഞ്ഞ പോലെ കണ്ണിൽ ഭയം നിഴലിക്കുകയാണ്. മുഖത്ത് നോക്കാൻ തന്റെ ഇടമില്ലാതെ ഞങ്ങളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞ്. ദേവി അതൊന്ന് ക്ഷമിക്കേ. ശരി, കാണാം. പറയൂ. ചൗക്കീദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ രാഹുൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് അപേക്ഷ ഇന്ന് സൂറത്തിലെ നമ്മളുടെ ഈ എന്തായിരുന്നു വിഷയം? മോദി കമ്മ്യൂണിറ്റിയെ അപമാനിച്ച വിഷയത്തിലെ വിധിയിൽ അന്നത്തെ സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തിട്ടുണ്ട്. ആ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ പോയി ഇളവ് നേടിയതിന് ശേഷവും രാഹുൽ നിരുത്തരവാദപരമായി സംസാരിക്കുന്നു എന്ന വിധിന്യായത്തിലുണ്ട് സർ, വെറുതെ പറയരുത്. അപ്പോ രാഹുല് സമകാലിക ഇന്ത്യയിൽ വെറും 5 വർഷത്തിനിടയിൽ 3 തവണ മാപ്പ് പറഞ്ഞ രാഹുലാണ് 75-80 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവത്തെ പറ്റി തെറ്റിദ്ധാരണ പരത്തുന്നത്. അതുകൊണ്ട് രാഹുലിന് എന്തുമാകാം, പക്ഷേ അത് സവർക്കറിന്റെ ചെലവിൽ വേണ്ട. അമ്മുമ്മയെ തള്ളിപ്പറയരുത്, അപ്പൂപ്പനെ തള്ളിപ്പറയരുത്. ലോറന്റ് ഫ്രെഡറിക് ലോങ്കന്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ജീൻ, ഞാനത് എഴുതി എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ്. ദേവി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ വ്യക്തി പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പേര് പറയാനൊക്കെ ബുദ്ധിമുട്ട്. എല്ലാവരുടെയും പേര് ജയപ്രകാശ് എന്നല്ലല്ലോ, ചില നീളമുള്ള പേരുകളൊക്കെ ഉണ്ട്. ജീൻ ലോറന്റ് ഫ്രെഡറിക് ലോങ്കറ്റ്. എനിക്ക് ഓർത്തിരിക്കാത്തതുകൊണ്ട് എഴുതി വെച്ചാൽ ക്ഷമിക്കണം സാർ, അറിവില്ല പൈതമാണ്. പോയിക്കോട്ടെ, മതി ഇപ്പൊ തന്നെ ആകെ നാറി. അപ്പൊ ആ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. വീര സവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. എന്റെ അമ്മാവിന്റെ മോനൊന്നുമല്ല. വീര സവർക്കർക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ബ്രിട്ടനെതിരെ ഹാജരായ വക്കീൽ. ഈ വക്കീൽ ആരാന്നറിയാമോ? കാറൽ മാക്സിന്റെ കൊച്ചുമകൻ. അറിയുമോ ജയപ്രകാശിന്റെ ചരിത്രം? അറിയുമോ ചരിത്രം? ഇനിയും പറഞ്ഞുതരാം. ഇനി ഒരു പേരുടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് തരാം. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്. കേട്ടിട്ടുണ്ടോ ജയപ്രകാശെ? അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇന്ത്യയുടെ 2ാമത്തെ ലോകസഭയിൽ അംഗമായിരുന്ന ആളാണ്. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ വലിയൊരു വിപ്ലവകാരിയും ഇടതുപക്ഷ അനുഭാവിയുമായിരുന്ന ആളായിരുന്നു. ലെനിൻ നേരിട്ട് വിളിച്ച് സോവിയറ്റ് യൂണിയനിൽ പോയി ചർച്ച നടത്തിയിട്ടുള്ള ആരാണ്? രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ്. അപ്പൊ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഇന്ത്യയിലെ അങ്ങേപ്പോലുള്ള ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും.
അപ്പൊ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിനെ ലെനിൻ നേരിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിപ്ലവത്തെ പറ്റി ചർച്ച ചെയ്യാൻ. അപ്പൊ അത്ര വലിയ പുള്ളിയായിരുന്നു അദ്ദേഹം. 1915 അഫ്ഗാനിസ്ഥാനിൽ സ്വതന്ത്ര ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു. അന്ന് ഇന്ത്യ ഗവൺമെന്റ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച മനുഷ്യനാണ്. വലിയ മൈറ്റ് ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. ഇന്ത്യയിലും മടങ്ങിയെത്തി രണ്ടാമത്തെ ലോകസഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം മത്സരിച്ചത് ഉത്തർപ്രദേശിലെ മധുര എന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു. അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് അന്നത്തെ ജനസംഘ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഞാൻ ഈ പറയുന്ന ചരിത്രമാണ്, ഒന്ന് പരിശോധിച്ചോളൂ. അടൽ ബിഹാരി വാജ്പേയിയെ തോൽപ്പിച്ച് ലോകസഭയിലെത്തിയ രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അന്ന് ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിരുന്നു പാർലമെന്റിൽ. എന്തായിരുന്നു അറിയാമോ? വീര സവർക്കർ, സ്വാമി വിവേകാനന്ദന്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത, അരവിന്ദ ഘോഷിന്റെ സഹോദരൻ വീരേന്ദ്ര കുമാർ ഘോഷ്, ഈ 3 പേരുടെ ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗത്തെ അംഗീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലിനെ പിന്തുണച്ച ഒരാളുടെ പേര് ചിലപ്പോ ജയപ്രകാശ് കേട്ടിട്ടുണ്ടാകും. അന്ന് മഹേന്ദ്ര പ്രതാപ് സിംഗിനെ പിന്തുണച്ച് സംസാരിച്ചത് ഒരു കണ്ണൂരുകാരനായിരുന്നു, അറിയാമായിരിക്കും, പെരളശ്ശേരിക്കാരൻ AK ഗോപാലൻ എന്ന് പറയും. വീര സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ച ആളുടെ പേര് ഒരു പെരളശ്ശേരിക്കാരനാണ്, AK ഗോപാലൻ. കേട്ടിട്ടുണ്ടാകും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. പിന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ 5ാമത്തെ അധ്യായം ജയപ്രകാശ് സമയം കിട്ടുമ്പോൾ എടുത്തൊന്ന് വായിക്കണം. അതിൽ എഴുതിയിട്ടുണ്ട്, സിപ്പായി ലഹളയോ ജനകീയ സമരമോ. അതായത് വീര സവർക്കറാണ് ബ്രിട്ടീഷുകാർ സിപ്പായി ലഹളയെന്ന് അധിക്ഷേപിച്ച 857 സ്വാതന്ത്ര്യ സമരത്തെ സംഘടിതമായ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് സവർക്കറാണ്. സവർക്കറുടെ ആശയത്തെ കൺസ്യൂം ചെയ്തുകൊണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയിരിക്കുകയാണ് സിപ്പായി ലഹളയോ അതോ ജനകീയ കലാപമോ എന്ന്. അതിനുശേഷം പേജ് നമ്പർ 213 അദ്ദേഹം വീര സവർക്കറെ അദ്ദേഹം ചെയ്ത വിപ്ലവ പ്രവർത്തനങ്ങളെയും മനോഹരമായി പുകഴ്ത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് കൈവശം വെച്ച് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ ഭഗത് സിംഗ്. ഭഗത് സിംഗ് എന്തോ DYFI നേതാവാണെന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിചാരം. രാജ്ഗുരുവിനെയും ഭഗത് സിംഗിനെയും സുഖദേവിനെയും പോലെയുള്ള ആൾക്കാരെ, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പ്രേരണ ഉൾക്കൊണ്ടിരുന്നത് വീര സവർക്കറുടെ എഴുത്തുകളിൽ നിന്നായിരുന്നു. നിർത്തി അവമാനിക്കുവാണെന്ന് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.